ശ്രീ എം.എസ്. വേണുഗോപാൽ ഇത് പലതവണയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പല തെരഞ്ഞെടുപ്പുകൾക്ക് മുൻപും കേരളത്തിൽ വന്ന് സമാന രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്തുന്നതാണ്. അതിനും അപ്പുറത്തായിട്ട് എന്ത് മാറ്റം ഉണ്ടാക്കാനാണ് ബി.ജെ.പിയുടെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ പ്രധാനമന്ത്രിയുടെ ഈ വരവ്? കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് അല്ലേ? അല്ല, ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഇപ്പോൾ നരേന്ദ്രമോദി ഇവിടെ വന്ന് രണ്ട് കാര്യങ്ങളിലാണ്, പ്രധാനമായ രണ്ട് പരിപാടികളിലാണ് പങ്കെടുത്തത്. ഒന്ന്, റെയിൽവേ വികസനത്തിൻ്റെ ഭാഗമായി 3 ട്രെയിനുകൾ കേരളത്തിന് സമ്മാനിച്ചു. ഏതാണ്ട് ഒരാഴ്ച മുമ്പ് കേരളത്തിൽ തന്നെ പറഞ്ഞിരുന്നത് മറ്റ് പല സംസ്ഥാനങ്ങൾക്കും ട്രെയിൻ കൊടുക്കുന്നു, നമുക്ക് ട്രെയിനില്ല എന്നാണ്. ഇപ്പം നരേന്ദ്രമോദി ഇവിടെ വന്ന് 2 പ്രധാനപ്പെട്ട ട്രെയിനുകൾ സൗത്ത് ഇന്ത്യ മുഴുവൻ, നമുക്ക് സൗത്ത് ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളിലൊക്കെ യാത്ര ചെയ്യാൻ കഴിയുന്ന വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ സുഗമമായ യാത്രയ്ക്ക് പറ്റുന്ന 2 ട്രെയിനുകൾ പ്രഖ്യാപിച്ചു. പിന്നെ ഒരെണ്ണം പാസഞ്ചറാണ്, അത് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് പോയി വരുന്നതിനും മറ്റും സൗകര്യം തരുന്ന വിധത്തിലുമാണ്. ആ ചടങ്ങിൽ അദ്ദേഹം പ്രധാനമായിട്ട് പറഞ്ഞത് കേരളത്തിൽ വികസനം നടപ്പിലാക്കുന്നതിന് കേന്ദ്രം ശ്രമിച്ചപ്പോഴൊക്കെ വേണ്ട വിധത്തിലുള്ള സഹകരണം കിട്ടിയിട്ടില്ല എന്നുകൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ഈ അവസാനത്തെ പ്രോജക്റ്റായ PM ശ്രീയിൽ ഒപ്പിട്ടതിന് ശേഷമുള്ള ആ പ്രോജക്റ്റിൽ പോലും കേരളം പങ്കെടുത്തിട്ടില്ല, വേണ്ട രീതിയിൽ ഇവിടുത്തെ കുട്ടികൾക്ക് വികസനത്തിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. അതോടൊപ്പം അദ്ദേഹം പറയുകയുണ്ടായി, 5 ലക്ഷം രൂപ ഹെൽത്ത് ഇൻഷുറൻസ് ലഭിക്കുന്ന പദ്ധതിക്ക് കേരളം ഇതുവരെ സഹകരിച്ചിട്ടില്ല. 4 കോടി വീടുകൾ ഞങ്ങൾ വെച്ചു കൊടുത്തു, അതിൽ അധികവും കേരളത്തിൽ 25 ലക്ഷത്തിലധികം വീടുകൾ വെച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ പ്രധാനപ്പെട്ട നഗരങ്ങളിലൊക്കെയാണ് അത്തരം പദ്ധതികൾ ഞങ്ങൾ നടപ്പിലാക്കിയത്. 1 കോടിയോളം വീടുകൾ വെച്ചത് നഗരങ്ങളെ കേന്ദ്രീകരിച്ചാണ്. തിരുവനന്തപുരം ഒരു സ്റ്റാർട്ടപ്പ് നഗരമാക്കി മാറ്റും, വികസിത നഗരമാക്കി മാറ്റും. വികസിത ഭാരതത്തിൻ്റെ ഭാഗമായി വികസിത നഗരവും വികസിത കേരളവും ഉണ്ടാവണം. അതിനായി കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കണം. നിങ്ങൾ ഇടത് വലത്, പിന്നീട് അങ്ങനെ അദ്ദേഹം രാഷ്ട്രീയ വേദിയിലേക്കാണ് പോയത്. അവിടെ അദ്ദേഹം പറഞ്ഞത് ഇടത് വലത് രാഷ്ട്രീയ കക്ഷികൾ പരസ്പരം ഒത്തുകളിക്കുന്ന ഒരു വേദിയായി കേരളം മാറിയിരുന്നു. 68 വർഷമായി നിങ്ങൾ ഈ കളി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് മാറാനുള്ള സമയമായിരിക്കുന്നു. നിങ്ങൾ ബുദ്ധിപൂർവ്വം ചിന്തിക്കണം, പ്രവർത്തിക്കണം എന്നാണ് കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞത്. പ്രത്യേകിച്ച് ഈ നൂറ്റാണ്ടിൽ, വികസനത്തിൻ്റെ കുതിപ്പിലേക്ക് ഇന്ത്യ പോയ ഈ നൂറ്റാണ്ടിൽ കേരളം ഒരുപാട് പിന്നിലാണ്. 25 വർഷം നിങ്ങൾക്ക് പാഴായി. ഇനിയുള്ള 25 വർഷമെങ്കിലും, അതായത് വികസിത ഭാരത് എന്ന് പറയുന്ന ആ 25 വർഷത്തിലേക്ക് നീങ്ങുമ്പോഴെങ്കിലും നമ്മൾ എന്തെങ്കിലും ബുദ്ധിപൂർവ്വം ചിന്തിച്ച് NDA പോലുള്ള ഒരു മുന്നണിക്ക് വിജയം നൽകിയില്ലെങ്കിൽ ഇവിടെ മറ്റൊന്നും നിങ്ങൾക്ക് ലഭിക്കില്ല. മുമ്പ് ഇടത് വലത് കക്ഷികൾ നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്ന അഴിമതി, ദുർഭരണം, നിരുത്തരവാദിത്തം, വർഗീയത, ഇതൊക്കെ തന്നെയായിരിക്കും നിങ്ങൾക്ക് ഇനിയും ലഭിക്കാൻ പോകുന്നത്. അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ ബുദ്ധിപൂർവ്വം വോട്ട് ചെയ്യണം എന്നാണ് അദ്ദേഹം പ്രധാനമായിട്ട് പറഞ്ഞത്. ഇതോടൊപ്പം നഗരവികസനത്തിന്, തിരുവനന്തപുരത്തെ ഒരു മനോഹര നഗരമാക്കി മാറ്റുന്നതിന് തങ്ങൾക്കാവുന്നതെല്ലാം ചെയ്യാമെന്നതിനപ്പുറം അദ്ദേഹം മറ്റൊന്നും പറഞ്ഞില്ല എന്നുള്ളത് വാസ്തവമാണ്. അത് എനിക്ക് തോന്നുന്നത് ഏതാണ്ട് 270ഓളം കോർപ്പറേഷനുകൾ ഉള്ള ഇന്ത്യ രാജ്യത്തെ പ്രധാനമന്ത്രി ഒരു നഗരത്തിൽ മാത്രം വന്ന് ഒരു വൻ പദ്ധതി പറയുന്നത് ഓക്വേർഡായിരിക്കുമെന്ന് അദ്ദേഹത്തിൻ്റെ പൊസിഷൻ അദ്ദേഹത്തിന് അറിയാവുന്നതുകൊണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവില്ല എന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ അദ്ദേഹത്തിന് വളരെയധികം അഭിമാനത്തോടു കൂടിയാണ് അദ്ദേഹം പറഞ്ഞത്. 1987 ഞങ്ങൾ ഗുജറാത്തിൽ അഹമ്മദ് നഗറിൽ എങ്ങനെയാണോ വിജയം, അഹമ്മദാബാദിൽ കോർപ്പറേഷനിൽ എങ്ങനെയാണോ വിജയം നേടിയത്, അതുപോലെ തിരുവനന്തപുരത്തുണ്ടായിരിക്കുന്ന വിജയം, ഞങ്ങൾ നിരന്തരം തോറ്റുകൊണ്ടിരുന്ന ഗുജറാത്തിൽ പിന്നീട് വിജയങ്ങളുണ്ടായി, അതുപോലെ വിജയങ്ങളുണ്ടാകാനുള്ള സാധ്യതകൾ ഉണ്ടാകുന്നതിനുള്ള ഒരു വേദി കൂടിയായി മാറിയിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ശരിയാണ്. അതായത് വികസന കേരളത്തിൽ ഊന്നിയുള്ള സംസാരമായിരുന്നു പ്രധാനമന്ത്രിയുടെ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.